BN ഹസ്കർ എന്ത് പ്രയോജനം കിട്ടി സംസ്ഥാനത്തിന്, എന്ത് പ്രയോജനം കിട്ടും സംസ്ഥാനത്തിന്? ഈ ചോദ്യമാണ് ഉയരുന്നത്. 37 ദിവസത്തെ, അത് ഒരു ദിവസത്തെ യാത്ര മാറ്റിവെച്ചിരുന്നുവല്ലോ, 36 ദിവസത്തെ ഈ യാത്ര കൊണ്ട്. മഞ്ജുഷേ, അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു നവകേരള സദസ്. സ്വാഭാവികമായും നവകേരള സദസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ആദ്യ 3 ദിനങ്ങളിൽ മാധ്യമങ്ങൾ നൽകിയിരുന്ന വാർത്ത ബസ്സിനെ സംബന്ധിച്ചായിരുന്നു. ലിഫ്റ്റും സ്വിമ്മിംഗ് പൂളും എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള മറ്റ് അനിതര സംവിധാനങ്ങളുമുള്ള അസാധാരണമായ ഒരു ബെൻസ് വാഹനത്തിലാണ് കേരളത്തിലെ മന്ത്രിസഭ ഇങ്ങനെ നാട് ചുറ്റാൻ വരുന്നു എന്ന ആക്ഷേപമായിരുന്നു ആദ്യം ഉന്നയിച്ചത്. 3 നാൾ കഴിയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വാഹനം തുറന്നു വയ്ക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് വാഹനത്തിനുള്ളിൽ കടന്ന് ആ വാഹനത്തിലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അത്തരം നുണപ്രചരണങ്ങൾ അവസാനിക്കുകയാണ്. ഇത് വളരെ കൃത്യമായ ഒരു ഗീബൽസ്യൻ തന്ത്രം മാത്രമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും പയറ്റി തെളിഞ്ഞിട്ടുള്ള, ലോകത്താകമാനം പരീക്ഷിച്ചു വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. ഒരു നുണ പലയാവർത്തി പറയുകയും ആ നുണ വീണ്ടും പെരുന്നുണയായി വരികയും പല ആളുകളെ കൊണ്ട് പറയിക്കുകയും പറഞ്ഞു കേൾക്കുന്ന ആളുകൾക്ക് അത് നുണയല്ല, സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതി. ഇപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോടും നന്ദി പറയുകയാണ്. കാരണം നവകേരള സദസ്സിന് ഇത്രയേറെ ജനകീയ സ്വീകാര്യത നൽകിയത് നിങ്ങൾ മാധ്യമങ്ങളാണ്. നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിലൂടെ ആ വിമർശനത്തിന്റെ കൗതുകം കൊണ്ടാണ് കൃത്യമായി ഇത്രയധികം ജനങ്ങൾ ഈ നവകേരള സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ നവകേരള സദസ്സും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കേരള സർക്കാർ നടത്തിയിട്ടുള്ള മറ്റിതര പദ്ധതികളെയും സംബന്ധിച്ച് അതിൽ പങ്കെടുത്ത ജനങ്ങളുടെ പങ്കാളിത്തത്തെ ജനങ്ങളുടെ പങ്കാളിത്തമല്ലല്ലോ ഇതിൽ പ്രധാനം. ജനങ്ങൾ കൂടും എന്തായാലും. ഇങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ അതുപോലെ തന്നെ പരാതികളാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് ആദ്യം പറയുമ്പോൾ ആ പരാതികൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തും. അത് ആദ്യം ആ പരാതികൾ സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യും, അതാത് വകുപ്പുകൾ മറുപടി നൽകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതികൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ പരാതികളുമായി ജനങ്ങൾ ഓടിയെത്തും, അതുണ്ടാവുകയും ചെയ്തു. അത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. പരാതികളിലേക്ക് വരാം. അതിനു മുൻപ് ഈ യാത്രയുടെ തുടക്കത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ യാത്രയുടെ തുടക്കം ധൂർത്തല്ല എന്നാണല്ലോ പല ആവർത്തി. അന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു, അദ്ദേഹം ഇനി 2 ദിവസം കൂടിയേ ആ സ്ഥാനത്തുണ്ടാവുകയുള്ളൂ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ മന്ത്രിമാരുടെ വാഹനങ്ങൾ മുഴുവൻ ഓടുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ചെലവ് അത് ഒഴിവാക്കാൻ ഈ ബസ്സിന് കഴിയുമല്ലോ, 1.5 കോടിയിൽ അടുത്ത രൂപ ചെലവേ ഉള്ളൂ ഈ ബസ്സിന് എന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ബസ്സിന് അകമ്പടിയായിട്ട് ഈ മന്ത്രിമാരുടെ വാഹനങ്ങളൊക്കെ ഓടി, അതും നവകേരളം കണ്ടതാണ് സർ. നമുക്ക് ഏതൊക്കെ തരത്തിൽ ഒരു ഗവൺമെന്റിനെ വിമർശിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല മകുടോദാഹരണമാണ് നവകേരള സദസ്സിനെ നിങ്ങൾ മാധ്യമങ്ങൾ വിമർശിച്ചത്, ചില വിമർശകർ വിമർശിച്ചത്. ആ വിമർശനം കൊണ്ടാണ് സത്യത്തിൽ നവകേരള സദസ്സിൽ ഇങ്ങനെ ജനങ്ങൾ ഓടിയെത്തിയത്. ഇതൊരു പരാതി പരിഹാര അദാലത്തായിരുന്നില്ല. പരാതികൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ആ പരാതി പരിഹാര അദാലത്തായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെ കണ്ടത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, അതുകൊണ്ടാണ് അത്രത്തോളം പരാതികൾ വന്നത്. പരിഹരിക്കാൻ അവിടെ ഒരു അവസരമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ജനങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ പരിഹരിക്കാൻ പറ്റാതെ വന്നു എന്ന് കണ്ടപ്പോഴാണ് പരാതികൾ എന്നതിന് പകരം അവിടെ നിവേദനങ്ങളായിട്ട് രൂപമാറ്റം സംഭവിച്ചത്. അതെന്തിനായിരുന്നു? അതാണ് ജനങ്ങളെ പറ്റിക്കൽ എന്ന് പറയുന്നത്. മഞ്ജുഷ, ഇത് ഒരിക്കലും ഒരു പരാതി പരിഹാര അദാലത്തല്ല. ഇതിന്റെ ലക്ഷ്യം വരുന്ന 1/4 നൂറ്റാണ്ടിൽ കേരളം എങ്ങനെയാവണം, കേരളത്തിന്റെ വികസന സങ്കല്പങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടിയും ആശയവിനിമയം നടത്തുന്നതിനു വേണ്ടിയും സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് ഇതിന്റെ ഈ നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സർക്കാരിന്റെ പരാതി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എന്ന രീതിയിൽ അത് രൂപം മാറുകയാണ് ചെയ്തത്. അത് തന്നെ ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശത്തെ പൊളിച്ചു കളഞ്ഞു അഡ്വക്കേറ്റ് BN ഹസ്കർ. ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ 25 വർഷത്തിന് ശേഷം കേരളം എങ്ങനെയാണെന്നുള്ളതിന്റെ കണ്ടുപിടുത്തമല്ല ഇപ്പോൾ നടക്കേണ്ടത്. ഇപ്പോൾ കേരളം എങ്ങനെയാണ് എന്നുള്ളതിന്റെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് ഓരോ പൈസയും ലാഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് ഈ ധൂർത്തെന്ന് തന്നെ അപ്പോൾ പറയേണ്ടി വരും. കാരണം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആവശ്യമില്ലാതെ എത്ര പൈസ ചെലവഴിച്ചാലും അത് ധൂർത്തെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ആത്യന്തികമായി എന്താണോ നവകേരള സദസ്സ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ,